ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയ സ്നേഹിതരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉള്ള വന്ദനം അറിയിക്കുന്നു. ആമേൻ. ഒരു ദൈവവചന ഭാഗം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. റോമർ 12:2 പ്രകാരമാണ് നാം വായിക്കുന്നത്. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ഈ ലോകത്തിൽ നാം വിവിധങ്ങളായിട്ടുള്ള ഇഷ്ടങ്ങളുമായിട്ടാണ് ജീവിക്കുന്നത്. ഒരു വ്യക്തിക്ക് അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അവൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഈ ലോകത്തുണ്ട്. നമുക്ക് സാമ്പത്തികവും നല്ല ജോലിയും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ നാം ആഗ്രഹിക്കുന്നതെല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ, നമ്മുടെ തൊട്ടുമുമ്പിലെത്തുന്ന, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ലഭിക്കുന്ന ഒരു ജീവിത സാഹചര്യങ്ങളെല്ലാം ഉള്ള ഒരു ലോകത്താണ് നാം ആയിരിക്കുന്നത്. എന്നാൽ ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ദൈവത്തിന് അവനെക്കുറിച്ച് വ്യക്തമായൊരു ഹിതം അല്ലെങ്കിൽ ഒരു ഇഷ്ടം, ഒരു പദ്ധതി, പ്ലാൻ ഉണ്ട് എന്നുള്ളത് ദൈവവചനം നമ്മെ പൂർണ്ണമായിട്ടും പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഇഷ്ടങ്ങൾക്കോ നമ്മുടെ ആഗ്രഹങ്ങൾക്കോ ഉപരിയായിട്ട് ദൈവത്തിന് ഓരോ വ്യക്തിയെയും കുറിച്ച്, ഓരോ ദൈവ പൈതലിനെയും കുറിച്ച് കൃത്യമായ പ്ലാനും പദ്ധതിയും ഇഷ്ടങ്ങളും ഉണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. തങ്ങൾക്ക് 100 വയസ്സായിട്ടും അവരുടെ തലമുറയിൽ, അതായത് അബ്രഹാമിനും സാറയ്ക്കും ഒരു കുഞ്ഞ് ലഭിക്കാത്ത സാഹചര്യത്തിൽ, തൻ്റെ 99ാമത്തെ വയസ്സ് വരെ കുഞ്ഞ് ലഭിക്കാതിരുന്ന സാഹചര്യത്തിൽ താൻ ദൈവത്തോട് പറയുന്നത് ഇപ്രകാരമാണ്: എനിക്ക് അങ്ങ് നൽകിയ ഇസ്മായേൽ എൻ്റെ മുൻപാകെ ജീവനോടെ ഇരുന്ന് കണ്ടാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ ദൈവം പറയുകയാണ്, നിനക്ക് സ്വന്തമായൊരു കുഞ്ഞുണ്ടാകും. നിൻ്റെ ഭാര്യയായ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ അബ്രഹാമിൻ്റെ ഇഷ്ടം എന്താണ്? അങ്ങനെയൊന്നും സാധ്യമാകില്ല എന്ന് വിശ്വസിച്ച്, ഇത്ര നാളായിട്ടും ഒരു കുഞ്ഞ് ഉണ്ടായിട്ടില്ലല്ലോ. അതിനാൽ തനിക്കുണ്ടായ കുഞ്ഞ്, ആ കുഞ്ഞ് അത് ദാസിയുടെ മകളാണ്. സാറയുടെ ഇഷ്ടവും സാറയുടെ പദ്ധതിയും പ്രകാരമാണ് അങ്ങനെ ഒരു കുഞ്ഞുണ്ടായത്. മിസ്രൈമ്യ ദാസിയായ ഹാഗാറിൻ്റെ അടുക്കൽ കടന്നു പോവുകയും ഹാഗാറിലൂടെ ഒരു കുഞ്ഞിനെ അബ്രഹാമിന് ലഭിക്കുകയും ചെയ്തു എന്നുള്ളത് അത് സാറയുടെ പദ്ധതിയും സാറയുടെ ഇഷ്ടവുമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം അതല്ലായിരുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം താൻ പേർ ചൊല്ലി വിളിച്ച് വിശ്വാസികളുടെ പിതാവാക്കി മാറ്റിയ അബ്രഹാമിനെ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? അബ്രഹാമിൻ്റെ സ്വന്തം പത്നിയായ സാറയിലൂടെ തന്നെ ഒരു വാഗ്ദത്ത സന്തതിയെ നൽകുക എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. അങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതി തൻ്റെ അബ്രഹാമിൻ്റെ 100ാം വയസ്സിൽ തനിക്ക് നിറവേറുവാനിടയായി തീർന്നു. ഇസഹാക്ക് എന്ന വാഗ്ദത്ത സന്തതിയെ ദൈവത്തിൻ്റെ ഇഷ്ടപോലെ, ദൈവം കൽപ്പിച്ചതുപോലെ, ദൈവം ആഗ്രഹിച്ചതുപോലെ സാറയ്ക്കും അബ്രഹാമിനുമായിട്ട് നൽകുവാനിടയായി. പ്രിയമുള്ളവരെ, ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു ഉദ്ദേശവും ലക്ഷ്യവും ഇഷ്ടവുമുണ്ട്. അത് നമ്മുടെ ഇഷ്ടങ്ങൾക്കും ഉപരിയായിരിക്കും, നമ്മുടെ വിശ്വാസങ്ങൾക്കും നമ്മുടെ പ്രതീക്ഷകൾക്കും അപ്പുറത്തായിരിക്കും എന്നുള്ളത് നാം മറന്നു പോകരുത്. എന്നാൽ ആ ഇഷ്ടം, ആ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ വേണ്ടി നാം നമ്മെ തന്നെ സ്വയം ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവജനത്തിൽ പ്രകാരമാണ് നാം വായിച്ചത്, ഈ ലോകത്തിന് അനുരൂപമാകരുത്, ലോകത്തിനോട് ചേർന്ന് യോജിച്ച് പോകരുത് എന്നാണ് ഈ വചനത്തിലൂടെ പറയുന്നത്. ഈ ലോകത്തിനോട് ചേർന്ന് ലോകത്തിൻ്റെ മോഹങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം. ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പ്രത്യേകത അത് നന്മയുള്ളതാണ്, പൂർണ്ണതയുള്ളതാണ്, പ്രസാദമുള്ളതാണ്. നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ളത്. പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾക്കൊരു പൂർണ്ണത ഉണ്ടാവില്ല. പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒരു പക്ഷേ അതിൽ നന്മ ഉണ്ടാവണമെന്നില്ല, ദൈവിക പ്രസാദം അതിലുണ്ടാവണമെന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പ്രത്യേകത എന്താണ്? ദൈവഹിതത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം. അത് നമ്മിൽ നിറവേറണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ഈ ലോകത്തിന് അനുരൂപമാകാതെ ലോകമോഹങ്ങളിൽ നിന്ന്, ലോകത്തിൻ്റെ മാലിന്യങ്ങളിൽ നിന്ന് വേർപെട്ട് ജീവിക്കണം എന്നുള്ളതാണ്.
രണ്ടാമത്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. നമ്മുടെ ജീവിതത്തിലൊരു മനസ്സിന് പുതുക്കം എന്ന് പറഞ്ഞാൽ ഒരു രൂപാന്തരം അല്ലെങ്കിൽ ഒരു മാനസാന്തരം ഉണ്ടാകണം. ലോകത്തിൻ്റെ മാലിന്യം നമ്മൾ പറ്റാതെ, ലോകത്തിൻ്റെ മാലിന്യത്തിൽ നിന്ന് വിട്ടുകൊണ്ട്, ലോകത്തിന് അനുരൂപമാകാതെ മനസ്സിനെ അനുദിനം പുതുക്കി രൂപാന്തരം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ പാപവും മ്ലേച്ഛതയും കഷ്ടതയും വഷളത്വവും എല്ലാം നിറഞ്ഞ ഈ ലോകത്തിൽ പാപം ഏശാതെ, മാലിന്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതെ, അനുദിനം നമ്മുടെ ചിന്തകളെയും നമ്മുടെ പ്രവൃത്തികളെയും നമ്മുടെ ജീവിതചര്യകളെയും അനുദിനം പരിശോധിച്ചുകൊണ്ട്, അനുദിനം പുതുക്കിക്കൊണ്ട്, ദൈവജനപ്രകാരം അതിനെ മാനസാന്തരത്തിലേക്ക് നയിച്ച് അനുദിനം മാനസാന്തരപ്പെട്ടുകൊണ്ട് മുന്നോട്ട് ജീവിച്ചാൽ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ട് മുന്നോട്ട് ജീവിച്ചാൽ ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഹിതം നമ്മളിൽ നിറവേറും. അതിന് തടസ്സമായിട്ടുള്ള യാതൊരു കുറവുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. യാതൊരു തിന്മയുടെ വശവും പാപത്തിൻ്റെ വശവും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ നിശ്ചയമായും ദൈവത്തിൻ്റെ ഹിതം നമ്മളിൽ നിറവേറുവാനിടയായിത്തീരും. ദൈവവചനത്തിൽ നാം വായിക്കുമ്പോൾ പല വിവിധ ഭാഗങ്ങളിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് നാം പഠിക്കുന്നുണ്ട്. 1 തെസ്സലോനിക്കർ 4:3 വാക്യത്തിൽ പ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ്. കാരണം ദൈവം വിശുദ്ധനാണ്. വിശുദ്ധിയിൽ അധിവസിക്കുന്ന പരിശുദ്ധനായ ദൈവത്തിൻ്റെ ഇഷ്ടം, ഓരോ ദൈവപൈതലിനെ കുറിച്ചുമുള്ള ഇഷ്ടം എന്താണ്? നമ്മുടെ ശുദ്ധീകരണമാണ്. നാം വിശുദ്ധരായിരിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പ്രധാന കാര്യം. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഇത് മാത്രമാണോ ദൈവത്തിൻ്റെ ഇഷ്ടം? അല്ല, അല്ലേ? നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകേണ്ട എന്തെല്ലാം ഗുണങ്ങളുണ്ട്? നാം വിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധരായി നാം ജീവിക്കുമ്പോൾ നമുക്ക് ശുദ്ധീകരണം പ്രാപിച്ചു കഴിഞ്ഞു, അല്ലേ? ശുദ്ധിയോടെ, അനുദിനം ശുദ്ധിയോടെ ദൈവസന്നിധിയിൽ നിലനിൽക്കാൻ നമുക്ക് കഴിയുന്നു. അനുദിനം നമ്മുടെ കുറവുകളെ കണ്ട് അതിൽ നിന്നുള്ള ശുദ്ധി പ്രാപിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയോടെ, നിർമ്മലതയോടെ നിൽക്കാൻ നമുക്ക് സാധിച്ചാൽ പിന്നീട് നാം ചെയ്യേണ്ട ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, ദൈവത്തിൻ്റെ ഹിതം എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. 1 തെസ്സലോനിക്കർ 5:14-18 വരെയുള്ള വാക്യങ്ങൾ. 1 തെസ്സലോനിക്കർ 5:14-18 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ദൈവഹിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തൊക്കെയാണത് നോക്കാമല്ലോ. സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ. ക്രമം കെട്ട് നടക്കുന്ന അവരെ, അങ്ങനെയുള്ളവരെ ബുദ്ധി ഉപദേശിക്കുക. നമ്മളാൽ കഴിയുന്ന രീതിയിൽ അവർക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കുക. ക്രമം കെട്ട് നടക്കുന്ന, വഴിതെറ്റി നടക്കുന്നവരെ കുറിച്ച് അവരോട് നമുക്ക് ദൈവത്തെക്കുറിച്ച് പറയുവാനും നന്മയെക്കുറിച്ച് പറയുവാനും ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുവാനും നമുക്ക് കഴിയണം. അവർക്ക് ബുദ്ധി ഉപദേശിച്ച് കൊടുക്കാൻ നമുക്ക് കഴിയണം. 2, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുക. ഉൾക്കരുത്തില്ലാത്തവരെ, മനോബലമില്ലാത്തവരെ, മനം തകർന്നിരിക്കുന്നവരുടെ ജീവിതത്തിൽ അവരെ നമുക്ക് എന്ത് ചെയ്യാം? അവരെ ഒന്ന് ധൈര്യപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. ഉൾക്കരുത്തില്ലാതെ, മനോബലമില്ലാതെ തകർന്നിരിക്കുന്ന, വേദനിക്കുന്നവരുടെ ജീവിതത്തിൽ കടന്നു ചെന്ന് അവരോട് നമുക്ക് എന്ത് ചെയ്യാം? അവരെ നമുക്ക് ധൈര്യപ്പെടുത്തുവാൻ കഴിയണം. ധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ പറയുവാൻ, അവരോട് ചേർന്നിരിക്കുവാൻ, അവരുടെ കഴുത്തിൽ നമ്മുടെ കൈയിട്ടുകൊണ്ട് അവരോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ ധൈര്യപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ. ബലഹീനരെ താങ്ങുവിൻ. ബലഹീനരായവരെ താങ്ങുവാൻ നമുക്ക് ഉള്ളൊരു മനസ്സുണ്ടാവണം. ധാരാളം പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ നമ്മളാൽ കഴിയാവുന്ന സഹായങ്ങൾ അവർക്ക് നൽകി, പ്രാർത്ഥനയുടെ സഹായം നൽകി, നമ്മുടെ നല്ല വാക്കുകൾ നൽകി നമ്മളവരെ താങ്ങണമെന്നാണ് പറയുന്നത്. നമ്മളവരെ സഹായിക്കണം. എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കണം. ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുക. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു. നമുക്ക് എല്ലാവരോടും ദീർഘമായി ക്ഷമിക്കുവാൻ സാധിക്കണമെന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ. തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കും. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാത്തൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ പലരും ഒരുപക്ഷെ നമ്മളോട് തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പകരം നാം തിന്മയല്ല ചെയ്യേണ്ടത്, നന്മ ചെയ്യുവാൻ നമുക്ക് കഴിയണം. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക എന്നത് പറഞ്ഞതുപോലെ നമ്മളോട് ആരെങ്കിലും തിന്മ ചെയ്താൽ പകരം തിന്മ ചെയ്യുക എന്നുള്ളതല്ല, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ നന്മ ചെയ്യുവാൻ നമുക്ക് കഴിയണം. അതിനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ. എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്യുന്ന ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. പിന്നെയോ,
എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിലും സ്തോത്രം ചെയ്യുവിൻ. ഇതിലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവേഷ്ടം. നമ്മെക്കുറിച്ച് ക്രിസ്തുവേശുവിലുള്ള ദൈവേഷ്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിലും സ്തോത്രം ചെയ്യുവിൻ. എപ്പോഴും സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുഃഖങ്ങളിലും സന്തോഷിക്കുവാൻ കഴിയണം. നമ്മുടെ വിജയങ്ങളിൽ മാത്രമല്ല, നമ്മുടെ നന്മകളിൽ മാത്രമല്ല, ദൈവിക അനുഗ്രഹങ്ങളിൽ മാത്രമല്ല, നമ്മുടെ പ്രയാസങ്ങളിലും ദുരിതങ്ങളിലും പരീക്ഷാ കാലഘട്ടങ്ങളിലും വേദനകളിലും നമ്മുടെ നഷ്ടപ്പെടുന്ന നഷ്ടങ്ങളിലും നമുക്ക് സന്തോഷിക്കുവാൻ കഴിയണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇയ്യോബിൻ്റെ നഷ്ടങ്ങളെല്ലാം ഇയ്യോബ് ദൈവത്തിന് മഹത്വം കൊടുക്കുവാനിടയായി തീർന്നു. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിച്ചു, തിന്മയും കൂടെ പ്രാപിക്കരുതോ എന്നാണ് ഇയ്യോബ് തൻ്റെ ഭാര്യയോട് പറയുന്നത്. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ വന്ന കഷ്ടങ്ങൾ നമുക്കറിയാമല്ലോ. തൻ്റെ പുത്രിപുത്രന്മാർ നഷ്ടപ്പെട്ടു, തൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു, തൻ്റെ വേലക്കാരെ നഷ്ടപ്പെട്ടു, തൻ്റെ ഭവനം നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും തൻ്റെ ശരീരം പോലും തനിക്ക് നഷ്ടമാകുന്ന ഘട്ടത്തിൽ, ശരീരത്തിൻ്റെ ആരോഗ്യം ക്ഷയിച്ചപ്പോൾ, പുഴുക്കൾ തൻ്റെ ശരീരത്തിൽ വസിച്ചപ്പോൾ, വളരെയധികം വേദനയുടെയും ഭാരത്തിൻ്റെയും പ്രയാസത്തിൽ ഒറ്റപ്പെടലിൻ്റെയും ആ സാഹചര്യത്തിലായിരുന്നപ്പോഴും ഇയ്യോബ് പറയുകയാണ്, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യഹോവയെ സ്തുതിക്കുകയാണ്. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഇവിടെ സ്തോത്രം ചെയ്യുകയാണ് ഇയ്യോബ്. തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടപ്പോഴും സ്തോത്രം ചെയ്യുന്ന ഒരു ഇയ്യോബിൻ്റെ മനോഭാവം. അതുതന്നെയല്ലേ ഇവിടെയും പറയുന്നത്, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. ഏത് കാര്യത്തിനും ഏത് സമയത്തും ദൈവത്തോട് ഇടവിടാതെ പ്രാർത്ഥിപ്പാൻ നമുക്ക് കഴിയണം. നമ്മുടെ ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും സന്തോഷങ്ങളിലും അത്ഭുതങ്ങളിലും ദൈവം നമുക്ക് നൽകുന്ന വിജയങ്ങളിലും പരാജയങ്ങളിലും എല്ലാം ദൈവസന്നിധിയിൽ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ഇടവിടാതെ പ്രാർത്ഥിപ്പാൻ കഴിയണം. ദൈവത്തെ എപ്പോഴും സ്തുതിക്കുവാനും കഴിയണം, നന്മ കരയറ്റുവാൻ കഴിയണമെന്നാണ് ദൈവജനത്തിലൂടെ നാം പഠിക്കുന്നത്. ഇതാണ് നമ്മെക്കുറിച്ച് ക്രിസ്തുവേശിലുള്ള ദൈവ ഇഷ്ടം. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ ശുദ്ധീകരണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, നമ്മെക്കുറിച്ചുള്ള ഇഷ്ടമാണ്. നാം ശുദ്ധീകരണം പ്രാപിക്കുന്നവരായിരിക്കണം. കാരണം ദൈവം വിശുദ്ധിയുള്ള ദൈവമാണ്. അതോടൊപ്പം തന്നെ ഈ വചനങ്ങൾ നമ്മൾ കേട്ടതുപോലെ നമ്മളാവോളം മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സും നന്മ ചെയ്യാനുള്ളൊരു മനസ്സും, ഏത് സാഹചര്യങ്ങളും പതറിപ്പോകാതെ വിശ്വാസത്തോടെ ഉറച്ചു നിൽക്കുവാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവണം. നമ്മുടെ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും എപ്പോഴും ദൈവത്തെ സ്തുതിക്കുവാനും ഇടവിടാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും കഴിയണം. കഴിവതും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ നാം പ്രാപ്തരായി തീരണം. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളെ നിറവേറുവാനായിട്ട് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അതിനായി നമ്മെ തന്നെ ഒരുക്കുകയും ചെയ്യണമെന്നാണ് ദൈവജനത്തോട് നാം പഠിക്കുന്നത്. ദൈവം തൻ്റെ ഒരു ഹിതത്തിന് വേണ്ടി യോനയെ വിളിച്ചു. നിനവയിലേക്ക് കടന്നു ചെന്നവിടെ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുവാനാണ് ദൈവം യോനയെ വിളിച്ചത്. എന്നാൽ യോന തനിക്കിഷ്ടം ഉള്ളത് പോലെ ചെയ്തു. തൻ്റെ ഇഷ്ടം എന്തായിരുന്നു? തർശീശിലേക്ക് പോവുക എന്നുള്ളതായിരുന്നു യോനയുടേതായിട്ടുള്ള ഇഷ്ടം. അതിന് ദൈവത്തിൻ്റെ ഇഷ്ടത്തെ, ദൈവത്തിൻ്റെ ഹിതത്തെ മാറ്റിവെച്ചുകൊണ്ട് തൻ്റെ സ്വന്തം ഇഷ്ടം തൻ്റെ ജീവിതത്തിൽ നിറവേറാൻ വേണ്ടി യോന തർശീശിലേക്ക് ഓടിപ്പോകുവാനിടയായി. എന്നാൽ ദൈവം ഒരുവനെ കുറിച്ചൊരു ഉദ്ദേശം അല്ലെങ്കിൽ ഒരു ഇഷ്ടം കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരുവൻ്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം നിറവേറണമെന്ന്, തൻ്റെ പദ്ധതി നിറവേറണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഓടിപ്പോയവനെ അവിടെ വെച്ച് പിടിച്ച് തൻ്റെ ഇഷ്ടം നിറവേറുവാൻ ദൈവം ഇടയാക്കുമെന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ നിന്നും ഒളിച്ചോടിപ്പോയി തർശീശിലേക്ക് ഓടിപ്പോയി കപ്പലിൻ്റെ അടിയിൽ കിടന്ന് ആരും കാണുന്നില്ല എന്ന് കരുതി സുഖമായി ഉറങ്ങുന്ന യോനയെ നീ വിചാരിക്കുന്നു നിൻ്റെ ഇഷ്ടം മാത്രം നിറവേറും, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല, ദൈവമൊന്നും കാണുന്നില്ല, ഞാൻ ഇവിടെ താഴെ കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്ന് സുഖമായി ഉറങ്ങുകയാണ്. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് സ്വർഗസ്ഥനായ ദൈവം യോനെ നോക്കി പുഞ്ചിരിക്കുകയാണ്. സമയമായപ്പോൾ കാറ്റും കോളും വന്ന് കപ്പൽ തകർന്നു പോകുവാനുള്ള സാഹചര്യമായപ്പോൾ കപ്പലിലുള്ളവരെല്ലാവരും ചീട്ടിട്ടപ്പോൾ ദൈവം ആ ചീട്ട് ആരുടെ പേർക്ക് വീഴ്ത്തി? യോനയുടെ പേർക്ക് വീഴ്ത്തി. യോനയെ എടുത്ത് കടലിൽ എറിയുവാനിടയായി തീർന്നു. കപ്പലിൽ ശാന്തത, കപ്പലിലുള്ളവരിലും സമുദ്രത്തിലുമെല്ലാം മൊത്തത്തിലൊരു ശാന്തത ദൈവം നൽകി. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് എന്താ? യോനയെ ദൈവം മത്സ്യത്തിൻ്റെ വായിൽ 3 ദിവസം
അകപ്പെട്ടപ്പോഴും ആ സാഹചര്യങ്ങളിൽ ദൈവം യോന മരിച്ചു പോകാതെ കാത്തത് എന്തുകൊണ്ടാണ്? യോനയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറാൻ വേണ്ടി ദൈവം അവനെ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ 3 ദിവസം ഒന്നും കഴിക്കാതെ വിശന്നുകൊണ്ട് പ്രാണഭയത്തിൽ കടന്ന് ദൈവത്തോട് നിലവിളിക്കുന്ന യോനയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയും അതോടൊപ്പം തന്നെ യോനയിലൂടെയുള്ള ദൈവത്തിൻ്റെ പദ്ധതി നിറവേറാൻ വേണ്ടി വിവിധ കഷ്ടങ്ങളിലൂടെ യോന കടന്നു പോയപ്പോഴും ദൈവം തൻ്റെ നിർണയത്തിന്, തൻ്റെ ഹിതത്തിന്, ഇഷ്ടത്തിന് ഒരു മാറ്റവും വരുത്താതെ യോനയെ നിനവിലേക്ക് കൊണ്ടുപോയി അവിടെ അനേകരുടെ മാനസാന്തരത്തിനും രക്ഷയ്ക്കും ദൈവിക പ്രവൃത്തിക്കുമായിട്ട് ഉപയോഗിക്കുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒരു വ്യക്തമായ ഉദ്ദേശമുണ്ടെങ്കിൽ അതിൽ നിന്ന് ഓടിപ്പോകാൻ ഞാൻ പലപ്പോഴും പല മാർഗങ്ങളിലൂടെ സ്വീകരിച്ചാലും ഇതിലെല്ലാം ഓടിപ്പോയാലും ദൈവം നമ്മെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിശ്ചയമായും ആ ദൈവിക ഹിതത്തിലേക്ക് നമ്മെ കൊണ്ടുവരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഹിതം എന്തെന്നറിയാതെ നമ്മുടെ ഇഷ്ടത്തിന് പലവിധമായ അനുസരിച്ച് നമ്മുടേതായിട്ടുള്ള വിവിധ മനസ്സിൻ്റെ ചിന്തകളിലൂടെ, വിവിധ ജോലികളിലൂടെ, വിവിധ മേഖലകളിലൂടെ നാം ഓടിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അതിലൊന്നും നമുക്കൊരിക്കലും ഒരു വിജയം നേടുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പൂർണ്ണമായും നാം ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. ദൈവമേ, അങ്ങയുടെ ഹിതമെന്തോ അതെന്നെ നിറവേറുവാനിടയാക്കട്ടെ. അങ്ങയുടെ ഹിതത്തിനായി ഞാൻ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. കർത്താവ് യേശുക്രിസ്തു പ്രാർത്ഥിച്ചത് പ്രകാരമാണ്. ലൂക്കോസ് 22:42 പിതാവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം തന്നെയാകട്ടെ. അതുപോലെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ കടന്നു വരേണ്ടത് എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം തന്നെ ആകട്ടെ. അതിനെ ഞാൻ സമ്പൂർണ്ണമായി അങ്ങയുടെ സന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഈ ദിവസങ്ങളിൽ നമ്മൾ ലോകത്തിന് അനുരൂപമാകാതെ നമ്മുടെ മനസ്സിനെ പുതുക്കി രൂപാന്തരപ്പെടുമ്പോൾ കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ, അങ്ങയുടെ ഹിതം, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറുവാനിടയാകട്ടെ. എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം തന്നെ ആകട്ടെ. അതിനാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരേണ്ടത് നമ്മുടെ ചിന്തകളോ നമ്മുടെ ഇഷ്ടങ്ങളോ അല്ല, ദൈവിക ചിന്തകളും ദൈവിക പദ്ധതികളും ദൈവത്തിൻ്റെതായ ഇഷ്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ വേണ്ടി നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിക്കാം. ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ ഇഷ്ടം എന്നെ നിറവേറട്ടെ. അങ്ങയുടെ ഇഷ്ടമെന്തെന്ന് തിരിച്ചറിയാനുള്ള കൃപ നൽകണമേ. എൻ്റെ ഇഷ്ടമല്ല അപ്പാ, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. അങ്ങയുടെ ഹിതത്തിനായി സമ്പൂർണ്ണമായി ഞാൻ എന്നെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ ആ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ, ദൈവത്തിൻ്റെ വഴിയിൽ, ദൈവത്തിൻ്റെ പദ്ധതിയിൽ, ദൈവത്തിൻ്റെ പ്ലാനിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവിക പദ്ധതി ഇന്നോ നാളെയോ എന്നായാലും ആ ദൈവത്തിൻ്റെ കൃത്യമായ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായും സംഭവിക്കും. അതിനാൽ ആ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് ദൈവഹിതത്തിനായി ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ കുറവുകളെയും കുറ്റങ്ങളെയും എല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നമ്മുടെ മനസ്സിനെ പുതിയ രൂപാന്തരം പ്രാപിച്ച് ലോകത്തിൽ നാം ദൈവസന്നിധിയിൽ ഭയത്തോടെ ഭക്തിയോടുകൂടി ദൈവസന്നിധിയിൽ ദൈവത്തോടെപ്പോഴും സന്തോഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം നമ്മളിൽ നിറവേറുവാനിടയാകും. നിശ്ചയമായും ദൈവത്തിൻ്റെ ഹിതത്തിനായി നമുക്ക് ഏൽപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ താഴ്മയോടെ ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ എൻ്റെ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം നിങ്ങളെക്കുറിച്ച് കണ്ടെത്തിയ, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെതായ പ്ലാൻ, പദ്ധതി, ഇഷ്ടം, ഹിതം അത് നിറവേറാൻ വേണ്ടി നമുക്ക് ഓരോരുത്തരെയും നമുക്ക് ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കാം. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ.